തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്വാതി തിരുനാൾ രാമവർമ്മ പണിതീർത്ത കൊട്ടാരമാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരം. കുതിരമാളികയുടെ ഉള്ളിൽ പ്രവേശിക്കുവാനും ചിത്രാലയം മ്യൂസിയം സന്ദർശിക്കുവാനും വേണ്ടി ഒരു ഇന്ത്യൻ പൗരൻ 100 രൂപയും വിദേശികൾ 300 രൂപയും പ്രവേശന നിരക്കായി നൽകേണ്ടതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് ഭരണത്തിൽ വരികയും കല, സാമൂഹികം, വാസ്തുശില്പകല തുടങ്ങിയ മേഖലകളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയുമുണ്ടായി. ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം, വാനനിരീക്ഷണ കേന്ദ്രം തുടങ്ങിയവ സ്വാതി തിരുനാൾ ഭരിക്കുന്ന കാലത്ത് നിലവിൽ വന്നവയാണ്. ഇതേ കാലഘട്ടത്തിൽ സ്വാതി തിരുനാൾ പണികഴിപ്പിച്ച കൊട്ടാരമാണ് പുത്തൻമാളിക കൊട്ടാരം അഥവാ കുതിരമാളിക കൊട്ടാരം. 500 രൂപയുടെ സ്പെഷ്യൽ പാസ് എടുത്തെങ്കിലും മാത്രമേ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുവാൻ അനുവാദമുള്ളൂ. ഇതിൻ്റെ സൂചകമായി ഒരു മഞ്ഞ തൊപ്പി ലഭിക്കുന്നതാണ്. തെക്കൻ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തനതായ മാതൃകയിൽ തേക്ക് തടിയിൽ കൊത്തിയെടുത്ത 122 കുതിരകളുടെ രൂപങ്ങളിൽ നിന്നാണ് കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് ലഭിച്ചത്. കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടം തെക്കോട്ട് ദർശനമായാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ചിത്രവും താഴെയായി പത്മനാഭസ്വാമിയുടെ ഒരു ചെറിയ വിഗ്രഹവും കാണാം. കൂടാതെ കവടിയാർ കൊട്ടാരത്തിൻ്റെയും കുതിരമാളികയുടെയും തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പല രീതിയിലുള്ള തടിയിൽ നിർമ്മിച്ച കഥകളി രൂപങ്ങളാണ്. പച്ചവേഷം, ശ്രീരാമൻ, ശിവൻ, നരസിംഹം, കരിവേഷം, ഹനുമാൻ, രാവണൻ, ഗരുഡൻ, രുക്മിണി, നാരദൻ, കിരാതൻ തുടങ്ങിയ എല്ലാ കഥകളി വേഷങ്ങളും ഒരു ചെറിയ കാര്യം പോലും വിടാതെ വളരെ മനോഹരമായി പകർത്തിയിരിക്കുന്നു. തേക്ക് തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കഥകളി വേഷങ്ങളിലെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് തികച്ചും ജൈവ നിറങ്ങൾ മാത്രമാണ്. ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഈ കണ്ണാടി കൊണ്ടുവന്നിട്ടുള്ളത് ഇറ്റലിയിൽ നിന്നുമാണ്. ആനക്കൊമ്പുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്തെന്നാൽ സാധാരണ കണ്ണാടിയിലെ പോലെ കോട്ടിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് മർക്കുറിയല്ല, മറിച്ച് സിൽവറാണ്. ആയിരത്തി 1851 തിരുവിതാംകൂർ മഹാരാജാവ് വിക്ടോറിയ രാജ്ഞിക്ക് നൽകിയ ആനക്കൊമ്പുകളാൽ തീർത്ത സിംഹാസനത്തിൻ്റെ ഒരു പെയിൻറിംഗ് ആണിത്. അതേ വർഷം തന്നെ ലണ്ടനിലെ ഗ്രേറ്റ് എക്സിബിഷനിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പതിനാല്, 16, 18, 19 തുടങ്ങിയ നൂറ്റാണ്ടുകളിൽ ചൈന, ഇംഗ്ലണ്ട്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പോട്ടറികളാണ് ഈ കാണുന്നത്.
ഇവയ്ക്കോരോന്നിനും അതുല്യമായ സവിശേഷതകളുണ്ട്. കൊട്ടാരത്തിൻ്റെ നിലം നിർമ്മിച്ചിരിക്കുന്നത് മുട്ടയും കരിയും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചാണ്. ഇവയ്ക്കിന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ്, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മഹാറാണി, ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി മഹാറാണി, ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതിബായി, സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് എന്നിവരുടെ പെയിൻറ്റിങ്ങുകൾ ഇവിടെ കാണാൻ കഴിയും. 9-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അധികാരത്തിൽ വന്ന ചോള രാജാക്കന്മാർ ശ്രീലങ്ക, മാലിദ്വീപ്, ജാവ ഒപ്പം ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗവും ഭരിച്ചു. കവിത, നൃത്തനാടകം, സംഗീതം എന്നിവയിൽ പ്രശസ്തിയാർജിച്ച ഇവർ വെങ്കല ശില്പങ്ങളിലൂടെയാണ് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സൗമ്യമായ കൃപ, അഭൗതികമായ ലൗകിക സൗന്ദര്യം, മുഖഭാവങ്ങൾ എന്നിവ ചോളവെങ്കലങ്ങൾ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിരുവിതാംകൂർ രാജവംശത്തിൽ സ്വാതി തിരുനാളാണ് ആനക്കൊമ്പുകൾ കൊണ്ടുള്ള ശില്പനിർമ്മാണം അഥവാ ഐവറി ക്രാഫ്റ്റിങ്ങിൽ പേരെടുത്തിട്ടുള്ളത്. തൊട്ടിലുകൾ, സിംഹാസനം, പല്ലക്കുകൾ, മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങൾ, അങ്ങനെ ഒട്ടനവധി ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അനന്തപത്മനാഭൻ ആചാരിയാണ് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലെ പ്രധാന ശില്പി. 24 ആനകളുടെ കൊമ്പിൽ തീർത്ത ഈ സിംഹാസനവും ക്രിസ്റ്റലിൽ തീർത്ത മറ്റൊരു സിംഹാസനവുമാണ് ഈ കൊട്ടാരത്തിലെ മറ്റൊരാകർഷണം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഒരു 3D പെയിൻറ്റിംഗ് ആണിത്. ഏത് വശത്ത് നിന്ന് നോക്കിയാലും ഈ ചിത്രം നമ്മളെ തന്നെ നോക്കുന്നതായി തോന്നും. ആയിരത്തി 1840 പണിതീർത്ത കുതിരമാളിക കേരളീയ വാസ്തുവിദ്യയുടെ തനതായ ഉദാഹരണമാണ്. പ്രത്യേകമായ മേൽക്കൂരകളും വലിയ തൂണുകളുമുള്ള വരാന്തകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ലൈബ്രറി റൂമാണിത്. തേക്ക് തടികളിൽ കൊത്തുപണികളാൽ നിർമ്മിച്ച ഇതിൻ്റെ മുകൾ ഭാഗം ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. ജൈവ നിറങ്ങൾ ഉപയോഗിച്ച് ചായം പൂശിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള രാജകീയ കെട്ടിടങ്ങളുടെ വലിയ സമുച്ചയത്തിൻ്റെ ഭാഗമായ കൊട്ടാരത്തിൻ്റെ ഔദ്യോഗിക നാമമാണ് പുത്തൻമാളിക. എല്ലാ മുറികൾക്കും വ്യത്യസ്ത തരം മേൽത്തട്ടുണ്ട്. തടിയിൽ കൊത്തിയെടുത്ത ചെറിയ മനോഹരമായ പുഷ്പ അലങ്കാരങ്ങൾ ചുമരുകളുടെ മുകൾ അരികുകളിൽ നിർമ്മിച്ചിരിക്കുന്നു.
താഴത്തെ നിലയിലെ കൊട്ടാരത്തിൻ്റെ മേൽക്കൂര ഗ്രാനൈറ്റ് തൂണുകളാൽ താങ്ങപ്പെട്ടിരിക്കുന്നു. അവ സങ്കീർണമായ ഡിസൈനുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. കൊട്ടാരം സന്ദർശിക്കുന്നതിലൂടെ തിരുവിതാംകൂർ രാജാക്കന്മാർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു ദൃശ്യം നമുക്ക് ലഭിക്കും. ഈ കാണുന്നത് ചോള രാജവംശകാലത്ത് അധികാര കൈമാറ്റത്തിൻ്റെ അടയാളമായി നൽകിയിരുന്ന ചെങ്കോലാണ്. ഇതിനെ അധികാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്നു. തേക്ക്, റോസ്വുഡ്, മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവ കൊണ്ട് നിർമ്മിച്ച കുതിരമാളിക കൊട്ടാരം കേരളത്തിലെ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. കുതിരമാളിക മ്യൂസിയത്തിൽ വെള്ള മാർബിളിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളും ശില്പങ്ങളും രൂപങ്ങളും ബെൽജിയൻ കണ്ണാടികളും പെയിൻറ്റിങ്ങുകളുമുണ്ട്. കേരളവും ലോകവും തമ്മിലുള്ള അഭിവൃദ്ധി പ്രാപിച്ച സുഗന്ധവ്യഞ്ജന വ്യാപാരം ആ ഇനങ്ങൾ നേടുന്നതിന് സാധ്യമാക്കി. പെർസോ, ജാംബിയ തുടങ്ങിയ കത്തികളും മഡു, എച്ച് ഷേപ്പിലുള്ള കടാർ തുടങ്ങിയവയും കളരിപ്പയറ്റിനുപയോഗിക്കുന്ന മറ്റായുധങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുകളിലെ നിലയിലിരുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകൊണ്ടായിരുന്നു സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. അതിനടുത്തായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്താൻ സ്വാതി തിരുനാൾ ഉപയോഗിച്ച ഒരു രഹസ്യ വഴിയും കാണാം. ആ സ്ഥലത്ത് ഒരു ചെറിയ ഗോവണിയുമുണ്ട്. ഈ കാണുന്നതാണ് ഉച്ചഘടികാര പീരങ്കി.
18-ാം നൂറ്റാണ്ടിൽ പീരങ്കി ഘടികാരം ജനപ്രിയമായിരുന്നു. ഉച്ചയ്ക്ക് സൂര്യപ്രകാശം കത്തുന്ന ഗ്ലാസ് പീരങ്കിയിൽ ഒരു ഫ്യൂസ് കത്തിച്ച് പീരങ്കിയിൽ നിന്ന് വെടിയുതിർക്കുകയും ഒരു സിഗ്നൽ നൽകുകയും ചെയ്യും. അപ്പോൾ സമീപത്തുള്ള എല്ലാവർക്കും അവരുടെ പോക്കറ്റ് വാച്ചുകൾ ശരിയായ സമയത്തേക്ക് ക്രമീകരിക്കാൻ കഴിയും. പാർത്ഥസാരഥി, ശ്രീരാമൻ, ഹനുമാൻ എന്നിവരുടെ പൂർണ്ണമായും ചന്ദനത്തടിയിൽ നിർമ്മിച്ച രൂപങ്ങൾ ഇവിടെ കാണാൻ പറ്റും. കേരളത്തിൻ്റെ മഹത്തായ ചരിത്രത്തിലേക്ക് കൗതുകകരമായ ഉൾക്കാഴ്ച നൽകുന്ന ഒരു ഐക്കോണിക് സ്മാരകമായി കുതിരമാളിക കൊട്ടാരം നിലകൊള്ളുന്നു. കുതിരമാളികയെ അക്ഷരാർത്ഥത്തിൽ മാൻഷൻ ഓഫ് ഹോഴ്സ് എന്നാണ് വിവർത്തനം ചെയ്യുന്നത്. മുകളിലെ നിലയിൽ ഒരു കിളിവാതിലിലൂടെ നോക്കിയാൽ അങ്ങറ്റത്തുള്ള കിളിവാതിൽ വരെ വരിവരിയായി കുതിരകളെ കാണാം. കൂടാതെ 5000-ത്തോളം പണിക്കാരെ കൊണ്ട് വെറും 4 കൊല്ലം കൊണ്ടാണ് ഈ കൊട്ടാരത്തിൻ്റെ പണി തീർത്തത് എന്നും ശ്രദ്ധേയമാണ്. 1846-ൽ സ്വാതി തിരുനാളിൻ്റെ മരണത്തിനു ശേഷം ഈ കൊട്ടാരം അടഞ്ഞുകിടക്കുകയായിരുന്നു. കുതിരമാളികയുടെ ഒരു ഭാഗം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചില സ്വത്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന കൊട്ടാരം മ്യൂസിയമാക്കി മാറ്റി. കൊട്ടാരത്തിൽ 80 മുറികളുണ്ടെങ്കിലും 20 എണ്ണം മാത്രമാണ് സന്ദർശകർക്കായി തുറന്നിട്ടിരിക്കുന്നത്. ഈ കൊട്ടാരത്തിലാണ് പ്രസിദ്ധമായ സ്വാതി തിരുനാൾ സംഗീതോത്സവം നടക്കുന്നത്. കൂടാതെ പ്രസിദ്ധമായ മേത്തൻമണി ഈ കൊട്ടാരത്തിൻ്റെ വടക്ക് വശത്താണ്.